ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഇനി ആർക്കും ധൈര്യമായിട്ട് വീട്ടിൽ ബ്രോസ്റ്റ് ഉണ്ടാക്കാം, ഒരിക്കലും പാളി പോവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ച കേട്ടോ, ഇഞ്ചി വേണ്ട, പേസ്റ്റ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി കുറച്ച് കുറഞ്ഞ കാരണം 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം 1 ടേബിൾ സ്പൂൺ സുർക്കയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. സുർക്ക കൂടെ ഒഴിച്ചിട്ട് ഇത് എല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഞാനിവിടെ 1/2 കിലോൻ്റെ മുകളിൽ ചിക്കൻ ഉണ്ട് കേട്ടോ, ഒരു 3/4 കിലോൻ്റെ അടുത്ത് ഉണ്ടാവും. അത്ര ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ പീസ് വേണമെങ്കിൽ അതെടുക്കുക. അതുപോലെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇത് ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു മണിക്കൂറിൽ കുറയാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ. ഒരു 4 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ചുരുങ്ങിയത് ഒരു 2-1 മണിക്കൂറിലും വെക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇത് നന്നായി മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക. പിന്നെ അതാ വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതുപോലെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുക കേട്ടോ, ഒരു മാവ് പോലെ ആക്കിയെടുക്കുക. തണുത്ത വെള്ളം വേണം. ഇതിപ്പം ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചതാണ്. അതുപോലെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കുക. എന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മുടെ പഴംപൊരിയുടെ മാവുണ്ടല്ലോ, അതിലേക്ക് ഒന്നുകൂടെ ലൂസായിട്ട് കലക്കിയെടുക്കുക. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ പൊടികളൊക്കെ തയ്യാറാക്കി എടുക്കേണ്ടത് ഈ ചിക്കന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ ഉള്ള ടൈം ആകുമ്പോഴാണ് കേട്ടോ. അതിൻ്റെ മുമ്പേ ഇത് മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന നേരത്ത് എണ്ണ കുടിക്കും. അപ്പോൾ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ചിക്കൻ എടുക്കുമല്ലോ ഫ്രൈ ആക്കാൻ. അപ്പോൾ ഈ മാവുകളൊക്കെ റെഡിയാക്കി എടുക്കുക, പൊടികളൊക്കെ. എന്നിട്ട് ഇത് നമ്മൾ ആദ്യം മാവുണ്ടല്ലോ അതിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കുക നമ്മുടെ ചിക്കന്. എന്നിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അതിലിതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പുരട്ടിയെടുക്കുക മൊത്തത്തിൽ. അങ്ങനെ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. അടുത്ത പീസും അതുപോലെ തന്നെ നന്നായിട്ട് 1-2 വട്ടം നന്നായിട്ട് ആ മാവിൽ മുക്കിയെടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഈ പൊടിയിൽ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ ആക്കി വെക്കണ്ട. അപ്പോൾ ഇതൊരു ഒരു നനവ് വരും പൊടിയിൽ. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ആദ്യം ഫ്രൈ ആക്കാനുള്ള ഒരു 4-5 പീസ് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലാക്കി ഇട്ടിട്ട് ഇടുമ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് ഇത് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആവണ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഫ്രൈ ആയി വരുന്ന ആ ടൈമിൽ നമുക്ക് അടുത്ത ട്രിപ്പ് ഇതുപോലെ മാവിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അല്ലാതെ മൊത്തത്തിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ആദ്യം ഫ്രൈ ആക്കാനുള്ളത് ആദ്യം കോട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചിക്കൻ ആയതുകൊണ്ടാണ് കേട്ടോ 4-5 പീസൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തത്. അല്ല വലിയ പീസാണെന്ന് വെച്ചാൽ നിങ്ങൾ 2-3 ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇത് അത്യാവശ്യം നന്നായി പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതിനുള്ള ഫ്രൈ ചെയ്യാനുള്ള സ്പൈസ് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതെല്ലാം ഇതോടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കനാണ്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, പുറമെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചിക്കൻ കൊണ്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്